Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and in our today's Indian history class, we are going to discuss about the Indian independence movement in the 20th century, the earlier 20th century, that is from 1900 to 1915. The important incidents happened between 1900 to 1915 related to Indian independence. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഇനിയുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത് 1900 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചരിത്രത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളാണ്. So, the first one is the partition of Bengal in 1905. The partition of Bengal in 1905. 1905 ബംഗാൾ വിഭജനം. The partition of Bengal was announced by the then Viceroy Lord Curzon in 19th July 1905. ബംഗാൾ വിഭജനം ആദ്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭുവാണ്. 1905 ജൂലൈ 19. ബംഗാൾ വിഭജനം ആദ്യമായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ 1905 ജൂലൈ 19. The partition came into force on 16th October 1905. 1905 ജൂലൈ 19 പ്രഖ്യാപിച്ച ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. The Secretary of State for India at the time of partition of Bengal was Lord Broderick. ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ലോർഡ് ബ്രോഡറിക് ആയിരുന്നു. ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ലോർഡ് ബ്രോഡറിക് ആയിരുന്നു. 1905 October 16, the Indians celebrated as the Rakshabandhan Day. Rabindranath Tagore put forward the idea of Rakshabandhan. 1905 ഒക്ടോബർ 16, അതായത് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം ഇന്ത്യക്കാർ രക്ഷാബന്ധൻ ദിനമായി ആചരിച്ചു. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നടന്ന ദിവസം ഇന്ത്യക്കാർ രക്ഷാബന്ധൻ ദിവസമായി ആചരിച്ചു. രക്ഷാബന്ധൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ ആണ്. രക്ഷാബന്ധൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. The song written by Rabindranath Tagore during the partition, Amar Sonar Bangla, later became the national song of Bangladesh. ബംഗാൾ വിഭജന കാലത്ത് ദേശഭക്തി പ്രചരിപ്പിക്കുന്നതിനായി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കവിതയാണ് അമർ സോനാർ ബംഗ്ല. അത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറി. ബംഗാൾ വിഭജന സമയത്ത് ദേശഭക്തി പ്രചരിപ്പിക്കുന്നതിനായി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ പ്രശസ്തമായ കവിതയാണ് അമർ സോനാർ ബംഗ്ല. അത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറി. October 16 also observed as the day of mourning. ഒക്ടോബർ 16 the day of mourning ആയി ആചരിക്കുന്നു. വിലാപ ദിനം അല്ലെങ്കിൽ the day of mourning ആയി ആചരിക്കുന്നത് ഒക്ടോബർ 16 ആയിരുന്നു. Anti-partition song adopted as a war cry at the time of partition was Vande Mataram. ബംഗാൾ വിഭജന സമയത്ത് അതിനെ എതിർത്ത ഇന്ത്യക്കാരുടെ പോർവിളിയായി അല്ലെങ്കിൽ അവരുടെ പ്രകടനങ്ങളിലെ പ്രധാന മുദ്രാവാക്യമായി അവർ ഉപയോഗിച്ച ഗാനമാണ് വന്ദേ മാതരം. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രകടനങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ച ദേശഭക്തി ഗാനം പോലെ ഉപയോഗിച്ച ഗാനമാണ് വന്ദേ മാതരം.
Surendranath Banerjee said about the partition, explosion of bomb between Hindu and Muslim. And Gopalakrishna Gokhale said, it is a cruel mistake. ബംഗാൾ വിഭജനത്തെ പറ്റി സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുണ്ടായ ഒരു ബോംബ് സ്ഫോടനം, an explosion of bomb between Hindu and Muslim എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. എക്സ്പ്ലോഷൻ ഓഫ് ബോംബ് ബിറ്റ്വീൻ ഹിന്ദു ആൻഡ് മുസ്ലിം എന്ന് ബംഗാൾ വിഭജനത്തെ പറ്റി പറഞ്ഞത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ക്രൂരമായ തെറ്റ് അല്ലെങ്കിൽ ക്രൂവൽ മിസ്റ്റേക്ക് എന്ന് ബംഗാൾ വിഭജനത്തെ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ക്രൂവൽ മിസ്റ്റേക്ക് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. The cry of Vande Mataram was forbidden by the government during the partition. ബംഗാൾ വിഭജനം നടന്ന കാലഘട്ടത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റ് വിലക്കിയ ഗാനാലാപനമാണ് വന്ദേ മാതരം. ബംഗാൾ വിഭജനം നടന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിലക്കിയ ഗാനാലാപനമാണ് വന്ദേ മാതരം. The partition of Bengal reunited on 12 December 1911 by Lord Hardinge II. 1911 ഡിസംബർ 12 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കി. 1911 ഡിസംബർ 12 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കി. അപ്പോ ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. അത് ആദ്യമായി പ്രഖ്യാപിച്ചത് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ 1905 ജൂലൈ 19. അത് ഔദ്യോഗികമായി നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം നടക്കുമ്പോഴുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ലോർഡ് ബ്രോഡറിക്ക് 1915 ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായി ആചരിക്കുന്നു. രക്ഷാബന്ധൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി രവീന്ദ്രനാഥ് ടാഗോറാണ്. ബംഗാൾ വിഭജനം നടന്ന സമയത്ത് ദേശഭക്തി ഉയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം രചിച്ച കവിതയാണ് അമർ സോനാർ ബംഗ്ല. അത് പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയഗാനമായി മാറി. ഒക്ടോബർ 16 എന്തുകൂടിയായിട്ട് ആചരിച്ചു? ദ ഡേ ഓഫ് മോർണിംഗ് അല്ലെങ്കിൽ വിലാപ ദിനമായി കൂടി ആചരിച്ചു. ബംഗാൾ വിഭജന സമയത്ത് വാർക്രൈ അല്ലെങ്കിൽ പ്രകടനങ്ങളിലെ മുദ്രാവാക്യമായി ഉപയോഗിച്ച ഗാനമാണ് വന്ദേ മാതരം. ബംഗാൾ വിഭജനത്തെ എക്സ്പ്ലോഷൻ ഓഫ് ബോംബ് ബിറ്റ്വീൻ ഹിന്ദു ആൻഡ് മുസ്ലിം എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ക്രൂവൽ മിസ്റ്റേക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ബംഗാൾ വിഭജന സമയത്ത് വിലക്കപ്പെട്ട ഗാനാലാപനമാണ് വന്ദേ മാതരം. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഡിസംബർ 12 അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഹർഡിഞ്ച് രണ്ടാമൻ. നെക്സ്റ്റ് വൺ ഈസ് സ്വദേശി മൂവ്മെന്റ് or Vande Mataram movement or boycott movement. Swadeshi movement or Vande Mataram movement or the boycott movement. It was formed as a result of partition of Bengal. ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി ഉണ്ടായ മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേ മാതരം അല്ലെങ്കിൽ ബോയ്ക്കോട്ട് പ്രസ്ഥാനം. സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ വന്ദേ മാതരം മൂവ്മെന്റ് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് മൂവ്മെന്റ് ഇതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. ബംഗാൾ വിഭജനത്തിന്റെ ഫലമായിട്ടുണ്ടായതാണ് സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ വന്ദേ മാതരം മൂവ്മെന്റ് അല്ലെങ്കിൽ ബോയ്ക്കോട്ട് മൂവ്മെന്റ്. The term Swadeshi was first coined in the INC Banaras session 1905 presided over by Gopalakrishna Gokhale. സ്വദേശി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് 1905 കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INCയുടെ ബനാറസ് സമ്മേളനത്തിലാണ്. സ്വദേശി എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ INCയുടെ ബനാറസ് സമ്മേളനം 1905 കോൺഗ്രസിന്റെ 1905 ബനാറസ് സെഷന്റെ പ്രസിഡന്റായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. INCയുടെ 1905 ബനാറസ് സെഷന്റെ പ്രസിഡന്റായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. Swadeshi movement or the Vande Mataram movement was
officially started from August 7, 1905. സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതര പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 മുതലാണ്. സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റ് ആരംഭിച്ചത് 1905 ഓഗസ്റ്റ് 7 മുതലാണ് ഔദ്യോഗികമായി ആരംഭിച്ചത്. To commemorate this, August 7 is declared as National Handloom Day from 2015. ഇതിന്റെ സ്മരണയ്ക്കായിട്ട് ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം നാഷണൽ ഹാൻഡ്ലൂം ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് 2015 മുതൽ. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റ് തുടങ്ങിയതിന്റെ സ്മരണയ്ക്കായിട്ട് 2015 മുതൽ ആഗസ്റ്റ് 7 രാജ്യം എങ്ങനെ ആചരിക്കുന്നു? നാഷണൽ ഹാൻഡ്ലൂം ഡേ അല്ലെങ്കിൽ ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നു. ദ ഐഡിയ ഓഫ് ബോയ്കോട്ട് റിലേറ്റഡ് ടു സ്വദേശി മൂവ്മെന്റ് was firstly proposed by Krishna Kumar Mitra in 1905 in his journal Sanjeevani. സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ബോയ്കോട്ട് എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്ന വ്യക്തി കൃഷ്ണകുമാർ മിത്രയാണ്. അത് 1905 അദ്ദേഹത്തിന്റെ ജേർണൽ അല്ലെങ്കിൽ പ്രസിദ്ധീകരണമായ സഞ്ജീവനിയിലൂടെയാണ്. അപ്പോ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ബോയ്കോട്ട് അല്ലെങ്കിൽ ബഹിഷ്കരണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി കൃഷ്ണകുമാർ മിത്രയാണ്. വർഷം 1905. അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത് തന്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള സഞ്ജീവനിയിലൂടെയാണ്. അക്കോർഡിംഗ് ടു സ്വദേശി മൂവ്മെന്റ്, ദ സിംബൽ ഓഫ് ചർക്ക, ഇറ്റ് റെപ്രസെന്റ് the country's economical self-sufficiency. സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റിന്റെ ചിഹ്നമായ ചർക്ക റെപ്രസെന്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചിരുന്നത് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയാണ്. സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റ് ചിഹ്നമായ ചർക്ക പ്രതിനിധീകരിച്ചത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്തത് എന്തിനെയാണ്? രാജ്യത്തിന്റെ സാമ്പത്തിക സ്വയം പര്യാപ്തത, എക്കണോമിക്കൽ സെൽഫ് സഫിഷ്യൻസിയാണ്. The two associations which propagated the messages of Swadeshi movement were Swadeshi Sangha and Vande Mataram Sampradaya. ഇപ്പോ സ്വദേശി മൂവ്മെന്റ് അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റിന്റെ സന്ദേശങ്ങൾ നാടൊട്ടുക്കും പ്രചരിപ്പിക്കുന്നതിനായി രൂപം കൊണ്ട രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് സ്വദേശി സംഘയും വന്ദേമാതര സമ്പ്രദായവും. സ്വദേശി മൂവ്മെന്റിന് അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് അതിന്റെ സന്ദേശങ്ങൾ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളാണ് സ്വദേശി സംഘയും വന്ദേമാതരം സമ്പ്രദായയും. സ്വദേശി സംഘ, വന്ദേമാതരം സമ്പ്രദായ. The main leaders of Swadeshi movements in Bengal were Aurobindo Ghosh, P.C. Roy and Rabindranath Tagore. In Punjab, Lala Lajpat Rai. In Madras, V.O. Chidambaram Pillai. And in Maharashtra, Balagangadhar Tilak. ഇപ്പോൾ സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ അതിന് നേതൃത്വം നൽകിയത് അരബിന്ദോ ഘോഷ്, P.C. റോയ്, രവീന്ദ്രനാഥ ടാഗോർ. പഞ്ചാബില് ലാലാ ലജ്പത് റായ്, മദ്രാസില് V.O. ചിദംബരം പിള്ളൈ, മഹാരാഷ്ട്രയില് ബാലഗംഗാധര തിലകൻ. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ വന്ദേമാതരം മൂവ്മെന്റിന് ബംഗാളിലെ നേതാക്കളാണ് അരവിന്ദ ഘോഷ്, P.C. റോയ്, രവീന്ദ്രനാഥ ടാഗോർ. പഞ്ചാബില് ലാലാ ലജ്പത് റായ്, മദ്രാസില് V.O. ചിദംബരം പിള്ളൈ, മഹാരാഷ്ട്രയില് ബാലഗംഗാധര തിലകൻ. C.R. Das formed സ്വദേശി മണ്ഡലി സമിതി in 1905. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1905 സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ച വ്യക്തിയാണ് C.R. Das. സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് 1905 സ്വദേശി മണ്ഡലി സമിതി രൂപീകരിച്ച വ്യക്തിയാണ്
C.R. Das. Balagangadhar Tilak from the Swadeshi Vastra Pracharini Sabha. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി വസ്ത്രപ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി വസ്ത്രപ്രചാരിണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകൻ. ജി സുബ്രഹ്മണ്യ അയ്യർ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ സ്വദേശി മിത്രം. സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി മിത്രം എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. പി സി റോയ് ഫൗണ്ടഡ് ദ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. പി സി റോയ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ച വ്യക്തിയാണ് പി സി റോയ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ച വ്യക്തിയാണ് പി സി റോയ്. അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്നാണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി സി റോയ്. ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി പി സി റോയ്. V.O. Chidambaram Pillai started a steam navigation company related to Swadeshi movement. He is known as the Kappalotiya Tamilan. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തിയാണ് V.O. ചിദംബരം പിള്ളൈ. സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വ്യക്തിയാണ് V.O. ചിദംബരം പിള്ളൈ. അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കപ്പലോട്ടിയ തമിഴൻ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് V.O. ചിദംബരം പിള്ളൈ. The largest volunteer body to support Swadeshi movement was Swadeshi Bandhav Samiti, found by Ashwini Kumar Dutt. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള സംഘടനയായിരുന്നു സ്വദേശി ബാന്ധവ് സമിതി. അത് സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്താണ്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശക്തിയേറിയ സംഘടനയാണ് സ്വദേശി ബാന്ധവ് സമിതി. അത് സ്ഥാപിച്ചത് അശ്വിനി കുമാർ ദത്ത്. ദ ഐഡിയ ഓഫ് സ്വരാജ് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ INC 1906 Calcutta session presided over by Dadabhai Naoroji related to Swadeshi movement. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് 1906 INCയുടെ കൽക്കട്ട സെഷനിലാണ് സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. INCയുടെ 1906 കൽക്കട്ട സെഷൻ പ്രസിഡന്റ് ആയിരുന്നു ദാദാബായ് നവറോജി. ഇപ്പോ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് 1906 INCയുടെ കൽക്കട്ട സമ്മേളനം. ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ദാദാബായ് നവറോജി. സ്വരാജ് വാസ് മൈ ബർത്ത് ഇസ് എ ഫേമസ് കോട്ട് ഓഫ് ബാലഗംഗാധര തിലക് റിലേറ്റഡ് ടു സ്വദേശി മൂവ്മെന്റ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബാലഗംഗാധര തിലകന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. സ്വരാജ് വാസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ വിൽ ഹാവ് ഇറ്റ്. സ്വരാജ് എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഉദ്ധരണി പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ്. അപ്പോ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെങ്കിൽ ഭാരത് സേവാ സംഘിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായിരുന്ന ദ ഹിതവാദ എന്ന പത്രമായിരുന്നു, എന്ന പ്രസിദ്ധീകരണമായിരുന്നു. അത് 1911 നാഗ്പൂരിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെങ്കിൽ ഭാരത് സേവാ സംഘിന്റെ പ്രധാനമായിട്ടുള്ള പ്രസിദ്ധീകരണമായിരുന്നു ദ ഹിതവാദ. അത് ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷില്. 1911 മുതൽ അത് നാഗ്പൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അപ്പോ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അല്ലെങ്കിൽ ഭാരത് സേവാ സംഘ് 1905 ജൂൺ 12 മഹാരാഷ്ട്രയിലെ പൂനെയില്
ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. അതിന്റെ പ്രധാന പ്രസിദ്ധീകരണം 1911 മുതൽ നാഗ്പൂരിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ദ ഹിതവാദ. നെക്സ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. It was formed on 13th December 1906 in Dhaka by Aga Khan, Mohsin ul Haq and Nawab Salimullah. അടുത്തത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് 1906 ഡിസംബർ 30 ധാക്കയിലാണ്. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് 1906 ഡിസംബർ 30 ധാക്കയിലാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ആഗാ ഖാന്, മോഹ്സിൻ ഉൽ ഹക്ക്, നവാബ് സലീമുള്ള. മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ആഗാ ഖാന്, മോഹ്സിൻ ഉൽ ഹക്ക്, നവാബ് സലീമുള്ള. മിന്റോ ഫസ്റ്റ് വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് മുസ്ലിം ലീഗ് ഫോർമേഷൻ. മുസ്ലിം ലീഗ് രൂപം കൊള്ളുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു മിന്റോ ഫസ്റ്റ്. മിന്റോ ഒന്നാമനായിരുന്നു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി. ദ ആനുവൽ മീറ്റിംഗ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് നവാബ് ഓഫ് ധാക്ക സലീമുള്ള. ദ ഫസ്റ്റ് ആനുവൽ സെഷൻ ഓഫ് ദ മുസ്ലിം ലീഗ് വാസ് ഹെൽഡ് ഓൺ 29 ഡിസംബർ 1907 ഇൻ കറാച്ചി. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാർഷിക സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി ധാക്കയിലെ നവാബായിരുന്ന സലീമുള്ളയായിരുന്നു. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് ഡിസംബർ 29, 1907 കറാച്ചിയിലാണ്. ഇപ്പൊ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന് വാർഷിക സമ്മേളനം നടക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ധാക്കയിലെ നവാബായിരുന്ന സലീമുള്ളയാണ്. അതുപ്രകാരം ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടക്കുന്നത് 29 ഡിസംബർ 1907 കറാച്ചിയിൽ വെച്ചാണ്. ദ ഫസ്റ്റ് ആനുവൽ സെഷൻ വാസ് പ്രിസൈഡഡ് ഓവർ ബൈ സർ ആദംജി പീർബോയ്. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം 1907 കറാച്ചിയിലെ ആദ്യത്തെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ ആദംജി പീർബോയ് ആണ്. മുസ്ലിം ലീഗിന്റെ 1907 ആദ്യത്തെ വാർഷിക സമ്മേളനത്തിന് പ്രസിഡന്റായിരുന്നത് സർ ആദംജി പീർബോയ്. In 1907, Muslim League and INC separate their ways due to difference in the political views. 1907 മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിർത്തി. അവരുടെ രാഷ്ട്രീയപരമായ ഭിന്നത മൂലം INC അല്ലെങ്കിൽ കോൺഗ്രസും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതി നിർത്തലാക്കിയ വർഷമാണ് 1907. 1907 മുസ്ലിം ലീഗും INCയും വേർപിരിയുന്നത്. ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് മുസ്ലിം ലീഗ് വാസ് ആഗാ ഖാൻ. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആഗാ ഖാൻ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആഗാ ഖാൻ. മുഹമ്മദ് അലി ജിന്ന ഫസ്റ്റ്ലി അറ്റൻഡഡ് എ മുസ്ലിം ലീഗ് സെഷൻ ഇൻ 1912. മുഹമ്മദ് അലി ജിന്ന ആദ്യമായി ഒരു മുസ്ലിം ലീഗ് സെഷൻ പങ്കെടുക്കുന്നത് 1912. മുഹമ്മദ് അലി ജിന്ന ആദ്യമായി ഒരു മുസ്ലിം ലീഗ് സെഷനിൽ പങ്കെടുക്കുന്നത് 1912. ലേറ്റർ ഹി ജോയിൻഡ് ഇൻ മുസ്ലിം ലീഗ് ഇൻ 1913. 1913 മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ അംഗമായി. ഇപ്പോൾ 1912 ആദ്യമായി അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. 1913 മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ അംഗമായി. ദ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആസ്ക്ഡ് ഫോർ എ ഹോം റൂൾ ഇൻ 1913. 1913 ആദ്യമായി ഒരു ഹോം റൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗ് ആണ്. 1913 ആദ്യമായിട്ട്
ഹോം റൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച സംഘടന മുസ്ലിം ലീഗ് ആണ്. അപ്പൊ മുസ്ലിം ലീഗ് ഹോം റൂൾ എന്ന ആശയം മുന്നോട്ട് വെച്ച വർഷം 1913. മുഹമ്മദ് അലി ജിന്ന became the president of Muslim League in 1916. In 1916, INC and Muslim League signed the Lucknow Pact and joined hands. മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ വർഷം 1916. 1916 വീണ്ടും INCയും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയാകുന്നത് ലക്നൌ ഉടമ്പടി പ്രകാരം. ലക്നൌ പാക്ട് അല്ലെങ്കിൽ ലക്നൌ ഉടമ്പടി പ്രകാരം INCയും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയാകുന്ന വർഷമാണ് 1916. 1916 തന്നെയാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറുന്നത്. The idea of a separate Muslim state in northwest India was firstly forwarded by Muhammad Ali Jinnah. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളില് ഒരു മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ തീരങ്ങളില് മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക സംസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് ഇക്ബാൽ put forwarded the idea of a separate Muslim state in the Muslim League Allahabad session in 1930. മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക രാജ്യം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് ഇക്ബാൽ ആണ്. അത് 1930 അലഹബാദ് മുസ്ലിം ലീഗ് സെഷനിലാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക രാജ്യം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് ഇക്ബാൽ ആണ്. അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത് 1930 മുസ്ലിം ലീഗിന്റെ അലഹബാദ് സെഷനിലാണ്. The term Pakistan was firstly coined by Chowdhury Rahmat Ali in 1933. പാകിസ്ഥാൻ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ചൌധരി റഹ്മത്ത് അലിയാണ്. വർഷം 1933. പാകിസ്ഥാൻ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ച വ്യക്തി ചൌധരി റഹ്മത്ത് അലിയാണ്. വർഷം 1933. The two-nation theory was put forward by Muhammad Ali Jinnah. വിഭജനവുമായി ബന്ധപ്പെട്ട് ടൂ-നേഷൻ തിയറി എന്ന തിയറി മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന. അപ്പൊ മുഹമ്മദ് അലി ജിന്നയാണ് ടൂ-നേഷൻ തിയറി മുന്നോട്ട് വെച്ചത്. In 1939 December 22, Muslim League celebrated the Deliverance Day. 1939 ഡിസംബർ 22 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ ആയിട്ട് ആചരിച്ചു. 1939 ഡിസംബർ 22 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ ആയിട്ട് ആചരിച്ചു. മുസ്ലിം ലീഗ് അപ്രൂവ്ഡ് ദ ടൂ-നേഷൻ തിയറി ഇൻ 1940 ലാഹോർ സെഷൻ പ്രസൈഡഡ് ഓവർ ബൈ ഫസലുൽ ഹക്ക്. മുഹമ്മദ് അലി ജിന്നയുടെ ടൂ-നേഷൻ തിയറി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം 1940. 1940 ലാഹോർ സെഷനിലാണ് മുസ്ലിം ലീഗ് ടൂ-നേഷൻ തിയറി അംഗീകരിച്ചത്. 1940 ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഫസലുൽ ഹക്ക്. ഇപ്പൊ മുസ്ലിം ലീഗ് ടൂ-നേഷൻ തിയറി അംഗീകരിച്ചത് 1940 ലാഹോർ സെഷൻ. ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ഫസലുൽ ഹക്ക്. In 1946 August 16, Muslim League celebrated Direct Action Day. It was also known as Great Calcutta Killings. 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചു. ഈ ദിവസം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ്. 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. ആ ദിവസം അറിയപ്പെട്ട മറ്റൊരു പേരാണ് ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ്. അപ്പോ
ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് 1906 ഡിസംബർ 30 ധാക്കയിലാണ്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ആഗാഖാന്, മോഹ്സിനുൽ ഹക്ക്, നവാബ് സലീമുള്ള. മുസ്ലിം ലീഗ് രൂപം കൊള്ളുമ്പോഴുള്ള ഇന്ത്യയുടെ വൈസ്രോയി മിന്റോ ഒന്നാമൻ. ഇനി മുസ്ലിം ലീഗിന്റെ വാർഷിക സമ്മേളനം നടത്തണം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി ധാക്കയിലെ നവാബായിരുന്ന സലീമുള്ള. ഇനി ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ വാർഷിക സമ്മേളനം നടന്നത് 1907 ഡിസംബർ 29 കറാച്ചിയില്. ആ സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സർ ആദംജി പീർബോയ്. ഇനി 1907 മുസ്ലിം ലീഗും കോൺഗ്രസുമായി പിരിയുന്നു. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു ആഗാഖാന്. ഇനി മുഹമ്മദ് അലി ജിന്ന ആദ്യമായി ഒരു മുസ്ലിം ലീഗ് സെഷനിൽ പങ്കെടുക്കുന്നത് 1912 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ ചേരുന്നത് 1913 ഹോം റൂൾ എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച സംഘടന മുസ്ലിം ലീഗാണ് 1913. 1916 മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി മാറുന്നു. മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ലക്നൌ ഉടമ്പടി അല്ലെങ്കിൽ ലക്നൌ പാക്ട് ഒപ്പുവെച്ച് ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു പ്രത്യേക സംസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി, ആദ്യമായിട്ട് വെച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്നയാണ്. മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച വ്യക്തി മുഹമ്മദ് ഇക്ബാലാണ്. അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വെച്ചത് 1930 മുസ്ലിം ലീഗിന്റെ അലഹബാദ് സെഷനിലാണ്. പാകിസ്ഥാൻ എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചത് ചൌധരി റഹ്മത്ത് അലി 1933 ടു നേഷൻ തിയറി മുഹമ്മദ് അലി ജിന്നയുടേതാണ്. 1939 ഡിസംബർ 22 മുസ്ലിം ലീഗ് ഡെലിവറൻസ് ഡേ ആയിട്ട് ആചരിച്ചു. ഇനി മുസ്ലിം ലീഗ് ടു നേഷൻ തിയറി അംഗീകരിച്ചത് 1940 ലാഹോർ സെഷനിലാണ്. ലാഹോർ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു ഫസലുൽ ഹക്ക്. 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗ് ഡയറക്ട് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചു. അതിന്റെ മറ്റൊരു പേരാണ് ഗ്രേറ്റ് കൽക്കട്ട കില്ലിംഗ്സ്. നെക്സ്റ്റ് വൺ ഈസ് സൂററ്റ് സ്പ്ലിറ്റ്. സൂററ്റ് സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ്. The Surat split was in the year 1907. കോൺഗ്രസിന്റെ സൂററ്റ് സ്പ്ലിറ്റ് അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. കോൺഗ്രസ് സൂററ്റ് സ്പ്ലിറ്റ് നടന്ന വർഷം 1907. കോൺഗ്രസിലെ സൂററ്റ് സ്പ്ലിറ്റ് നടന്ന വർഷം 1907. Indian National Congress 1907 Surat session was presided over by Rash Bihari Ghosh. കോൺഗ്രസിന്റെ സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് വിഭജനം നടന്ന 1907 സൂററ്റ് സെഷന്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ്. അപ്പോൾ INCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ 1907 സൂററ്റ് സെഷന്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ്. In this session INC divided into extremists and moderates. INCയുടെ 1907 സൂററ്റ് സെഷനിൽ INC രണ്ടായിട്ട് തിരിഞ്ഞു. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളും മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളും. INCയുടെ 1907 സൂററ്റ് സ്പ്ലിറ്റ് അല്ലെങ്കിൽ സൂററ്റ് വിഭജനത്തിന്റെ ഫലമായിട്ട് കോൺഗ്രസ് രണ്ടായിട്ട് തിരിഞ്ഞു. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികള്, മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികള്. The main cause of the split was the revolutionary attitude of the extremists in the independence movement. സൂററ്റ് വിഭജനത്തിന് കാരണം INCയിലെ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ വിപ്ലവകരമായ ചിന്തയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടുള്ള എക്സ്ട്രീമിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദികൾക്കുണ്ടായിരുന്ന റവല്യൂഷണറി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വിപ്ലവകരമായ ചിന്താഗതിയായിരുന്നു INCയുടെ വിഭജനത്തിന് കാരണമായത്. INCയുടെ വിഭജനത്തിന് കാരണം എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ വിപ്ലവകരമായ ചിന്ത അല്ലെങ്കിൽ റവല്യൂഷണറി ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. The moderates were led by ഗോപാലകൃഷ്ണ ഗോഖലെ and the extremists were led by ബാലഗംഗാധര തിലക്. കോൺഗ്രസിലെ മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകൻ. INCയിലെ മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ,
എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലകൻ. The aftermath of INC Surat split was the moderates expelled the extremists from the INC. INCയുടെ സൂററ്റ് വിഭജനത്തിന്റെ ഫലമായിട്ട് മിതവാദികള് തീവ്രവാദികളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. മോഡറേറ്റ്സ് എക്സ്ട്രീമിസ്റ്റിനെ INCയിൽ നിന്നും എക്സ്പെൽ ചെയ്തു അല്ലെങ്കിൽ പുറത്താക്കി. 1907 സൂററ്റ് വിഭജനത്തിന്റെ ഫലമായിട്ട്. അപ്പോ സൂററ്റ് സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് നടന്നത് 1907 INCയുടെ സൂററ്റ് സെഷനിലാണ്. ആ സെഷനിൽ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി റാഷ് ബിഹാരി ഘോഷാണ്. ഇനി INC ഏതായിട്ട് തരംതിരിഞ്ഞു? രണ്ടായിട്ട് തരംതിരിഞ്ഞു. എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളെന്നും മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികളെന്നും. ഇനി രണ്ടായിട്ട് തിരിയാനുള്ള കാരണം എന്താണ്? എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളുടെ റവല്യൂഷണറി ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വിപ്ലവകരമായ ചിന്താഗതിയാണ് കോൺഗ്രസ് രണ്ടായി പിരിയാനുള്ള കാരണം. മോഡറേറ്റ്സിന്റെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, എക്സ്ട്രീമിസ്റ്റിന്റെ നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. ഇനി സൂററ്റ് വിഭജനത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? മോഡറേറ്റ്സ് അല്ലെങ്കിൽ മിതവാദികള് എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദികളെ INCയിൽ നിന്നും പുറത്താക്കി. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് ഈസ് ദ INC യൂണിയൻ or the United INC in Lucknow. The two divided factions of INC, that is the extremists and the moderates, were joined together in the 1960 Lucknow INC session. 1907 സൂറത്തിൽ വെച്ച് രണ്ടായിട്ട് തിരിഞ്ഞ INC ഒരുമിക്കുന്നു ലക്നൌവിൽ. INC യുണൈറ്റഡ് ഇൻ ലക്നൌ. INC ലക്നൌവിൽ ഒരുമിക്കുന്നത് 1916 INCയുടെ ലക്നൌ സെഷനിൽ വെച്ചാണ്. INC തീവ്രവാദികളെന്നും മിതവാദികളെന്നും രണ്ടായിട്ട് പിരിഞ്ഞവര് INCയിൽ ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ INCയുടെ യുണൈറ്റഡ് INC എന്നായി മാറുന്നത് 1916 INCയുടെ ലക്നൌ സെഷനിലാണ്. INC Lucknow session in 1916 was presided over by A.C. Majumdar. INCയുടെ യുണൈറ്റഡ് ആയിട്ട് വന്ന 1916 ലക്നൌ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു A.C. മജുംദാർ. INCയുടെ 1916 ലക്നൌ സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു A.C. മജുംദാർ. 1916 ലക്നൌ സെഷന്റെ പ്രത്യേകത എക്സ്ട്രീമിസ്റ്റുകളും മോഡറേറ്റ്സും ഒന്നായി മാറി. The leader took effort to join the two groups. ആനി ബെസൻ. എക്സ്ട്രീമിസ്റ്റിനെയും മോഡറേറ്റ്സിനെയും ഒന്നിക്കാൻ വേണ്ടി പ്രയത്നം നടത്തിയ നേതാവാണ് ആനി ബെസന്റ്. എക്സ്ട്രീമിസ്റ്റിനെയും മോഡറേറ്റ്സിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രയത്നം ചെയ്ത നേതാവാണ് ആനി ബെസന്റ്. അപ്പോ INC യുണൈറ്റഡ് ഇൻ ലക്നൌ, INCയുടെ ലക്നൌവിലെ കൂടിച്ചേരല് അത് നടന്നത് 1916 INCയുടെ ലക്നൌ സമ്മേളനത്തിൽ വെച്ചാണ്. അതിന് പ്രസിഡന്റ് ആയത് A.C. മജുംദാർ ആണ്. ഈ സെഷനിൽ വെച്ച് രണ്ടായിട്ട് പിരിഞ്ഞ മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നും രണ്ടായിട്ട് പിരിഞ്ഞ INC വീണ്ടും ഒന്നായി മാറുന്നു. ഇനി ഇതൊന്നായി മാറുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ആനി ബെസന്റ്. ഇതൊന്നായി മാറുന്നതിന് മുൻകൈയെടുത്ത വ്യക്തിയാണ് ആനി ബെസന്റ്. We will continue the remaining important incident in our next class. Thank you.